നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളില്ല. മൊറട്ടോറിയം പ്രഖ്യാപിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബു പ്രതി. മന്ത്രിയായിരുന്നപ്പോൾ സമ്പാദിച്ച 25 ലക്ഷത്തോളം രൂപയ്ക്ക് കണക്കില്ല. ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. മാരിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധിക്ക് സ്റ്റേ. വിധി മനുഷ്യത്വരഹിതമെന്ന് സുപ്രീംകോടതി. ജഡ്ജി രാം മനോഹർ മിശ്രയ്ക്കെതിരെ കടുത്ത ഭാഷ ഉപയോഗിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. നിറത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം അധിക്ഷേപം നേരിട്ടെന്ന ചീഫ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്ത് കേരളം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ശാരദാ മുരളീധരന് പിന്തുണ. കറുപ്പ് എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പൊ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ വന്നതാണ്. ആലപ്പുഴ കളക്ടറേറ്റിൽ അയിത്താചരണം. പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതിയെന്ന് ശിരസ്തദാർ ആക്ഷേപിച്ചെന്ന് പരാതി. ആശമാരുടെ സമരത്തിൽ കോൺഗ്രസും INTUCയും നേർക്കുനേർ. INTUCയെ പിണറായി വിലാസം സംഘടനയാക്കരുതെന്ന് കെ മുരളീധരൻ. SUCI സമരത്തെ INTUC എന്തിന് പിന്തുണയ്ക്കണമെന്ന് തിരിച്ചടിച്ച് R ചന്ദ്രശേഖരൻ. ആരോഗ്യനില വഷളായതോടെ MA ബിന്ദുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. നിരാഹാര സമരം 7ാം ദിവസം. ലോക്സഭയിൽ സ്പീക്കറും രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്പോര്. രാഹുലിന്റെ പെരുമാറ്റം സഭയുടെ അന്തസ്സിന് ചേരാത്തതെന്ന് ഓം ബിർള. സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് രാഹുൽ. സ്പീക്കർക്ക് പരാതി നൽകി കോൺഗ്രസ് MPമാർ. എമ്പുരാന്റെ വരവ് കാത്ത് ലോകം. നാളെ രാവിലെ 6 മണിക്ക് ആദ്യ പ്രദർശനം. റിലീസിന് മുൻപേ ആഘോഷം തുടങ്ങിയ ആരാധകർ. ബ്രസീലിനെ തകർത്ത് ലോകകപ്പ് യോഗ്യത നേടി അർജന്റീന. മെസ്സി ഉൾപ്പെടുന്ന ടീം കേരളത്തിലെത്തുമെന്ന സ്പോൺസർമാർ. അർജന്റീനൻ ടീമുമായി HSBC കരാറിൽ ഒപ്പിട്ടു. IPL രാജസ്ഥാൻ ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെ. വാർത്തയിലേക്ക് വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ലെന്ന് കേന്ദ്രം. ഹൈക്കോടതിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. കേന്ദ്ര നിലപാടിനോട് അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദുരന്ത ബാധിതരുടെ ദുരവസ്ഥ ആര് പരിഗണിക്കുമെന്നും ഹൈക്കോടതി ചോദിച്ചു. വായ്പ എഴുതിത്തള്ളില്ലെന്നും പുനഃക്രമീകരിച്ച 1 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാമെന്നുമാണ് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചത്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി കേന്ദ്രത്തോട് നിലപാട് തേടിയിരുന്നു. ഇതിലായിരുന്നു മറുപടി. മൊറട്ടോറിയം കാലയളവിലും പലിശ ബാധകമാകും എന്ന കേന്ദ്ര വ്യവസ്ഥയിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളാനാകുമോ എന്നത് പരിശോധിക്കണമെന്നും ഇക്കാര്യത്തിൽ മനസ്സുറപ്പിച്ച തീരുമാനമെടുക്കണമെന്നും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു. ദുരന്തബാധിതരുടെ ദുരവസ്ഥ ആര് പരിഗണിക്കുമെന്ന് ചോദിച്ച ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഡിവിഷൻ ബെഞ്ച് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. ഇതിനിടെ വായ്പ തിരിച്ചുപിടിക്കാനുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ നടപടികൾ നിർത്തിവെച്ചതായും വസ്തുതകൾ പരിശോധിക്കാതെയായിരുന്നു ബാങ്കിന്റെ നടപടിയെന്നും കേന്ദ്രം അറിയിച്ചു. പുനരധിവാസത്തിനുള്ള വായ്പയുടെ സമയപരിധി ഡിസംബർ 31 നീട്ടിയ കാര്യവും കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഹർജി ഹൈക്കോടതി ഏപ്രിൽ 9 പരിഗണിക്കാൻ മാറ്റി. ന്യൂസ് 18 കൊച്ചി. അതേസമയം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിലെ ഭൂമി ഏറ്റെടുപ്പിൽ കനത്ത തുക നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയിൽ. ഭൂമി ഏറ്റെടുപ്പിൽ 549 കോടി രൂപ നൽകണമെന്നാണ് ആവശ്യം. സർക്കാർ തീരുമാനിച്ച 26 കോടി രൂപ മതിയായതല്ലെന്നും എൽസ്റ്റൺ എസ്റ്റേറ്റ് ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ആശാസമരത്തെ ചൊല്ലി കോൺഗ്രസും INTUCയും നേർക്കുനേർ പോര്. INTUC പിണറായി വിലാസം സംഘടനയാകരുതെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു.
SUCI സമരത്തെ INTUC എന്തിനു പിന്തുണയ്ക്കണമെന്ന് ആർ ചന്ദ്രശേഖരനും തിരിച്ചടിച്ചു. ആശാസമരത്തെ പ്രതിപക്ഷം ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ INTUC സമരത്തെ തള്ളി രംഗത്തെത്തിയത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി. ആശാസമരത്തിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം മുന്നോട്ടു പോകുമ്പോഴാണ് കോൺഗ്രസിന് തിരിച്ചടിയായി INTUCയുടെ നിലപാട്. SUCI സമരമാണ് നടക്കുന്നതെന്നും അവരുടെ ആശയങ്ങളോട് യോജിക്കാനാകില്ലെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പരസ്യമാക്കിയിരുന്നു. SUCI കമ്മ്യൂണിസ്റ്റ് എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഈ സമരത്തിൽ ഇപ്പം നിങ്ങൾ തിരിച്ചു പോകുമ്പോഴായാലും വർഷങ്ങളായി ദശാബ്ദങ്ങളായി നമ്മൾ കാണുന്ന ചില പാറ്റേണുകളുണ്ട്, ചില സിംബോളിക് പ്രകടനങ്ങളുണ്ട്, കറുപ്പും ചുമപ്പും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അതൊക്കെ ഞങ്ങളൊന്നും പുതിയ ആളുകളല്ല, അറിയാത്തവരല്ല ഇതൊന്നും. INTUC നിലപാട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയതോടെയാണ് ആർ ചന്ദ്രശേഖരനെതിരെ കെ മുരളീധരൻ രംഗത്തെത്തിയത്. INTUC ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ്, പക്ഷേ കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ്. ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാൻ. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഇത് തൊഴിലാളി സംഘടനയാണെന്നുമാണ് കെ മുരളീധരന് INTUCയുടെ മറുപടി. കൂട്ടായ ഒരു ആലോചനയോ കൂട്ടായ ഒരു കൺസൾട്ടേഷനോ ഇല്ലാതെ നടത്തിയാൽ അതിനകത്ത് INTUC എന്നൊരു തൊഴിലാളി സംഘടന ചെന്നങ്ങ് ആരും വിളിക്കാതെ അവിടെ ചെന്ന് സഹകരിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതി ഒരിക്കലും INTUCക്ക് പറ്റിയ. ആശമാരുടെ സമരം ആയുധമാക്കി സർക്കാരിനെ നിരന്തരം ആക്രമിച്ചു മുന്നോട്ടു പോയ കോൺഗ്രസ് INTUC നിലപാട് എങ്ങനെ വിശദീകരിക്കുമെന്ന ധർമ്മസങ്കടത്തിലാണിപ്പോൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 7ാം ദിനത്തിലാണ്. അനിശ്ചിതകാല പ്രതിഷേധ സമരം 45ാം ദിവസവുമാണ്. നിരാഹാരം അനുഷ്ഠിക്കുന്ന ആശാപ്രവർത്തകരുടെ ആരോഗ്യനില പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും സമരസമിതി ഉന്നയിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിനെ ആരോഗ്യനില വഷളായതോടെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശാസമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ സംഘടിപ്പിച്ച ജനസഭയിൽ ജോയ് മാത്യു, CR നീലകണ്ഠൻ, ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യുജീൻ പെരേര തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കറുപ്പിനെന്താ കുഴപ്പം? നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് പോസ്റ്റിട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ പിന്തുണ പ്രവാഹം. ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനൊപ്പം തുറന്നെഴുതാൻ അവർ കാട്ടിയ ധൈര്യത്തെ കേരളം അഭിനന്ദിക്കുകയാണ്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് തുറന്നെഴുതിയത് ബ്യൂറോക്രസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. തന്റെ മുൻഗാമിയുടെ പ്രകടനവുമായി തന്നെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്തെന്നാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഓഫീസിലെത്തിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തി നടത്തിയ പരാമർശം വേദനിപ്പിച്ചു. പക്ഷേ കറുപ്പ് മനോഹരമാണെന്നും ശാരദാ മുരളീധരൻ കുറിച്ചു. കറുപ്പ് എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പൊ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ വന്നതാണ്. ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് കേരളം ഏറ്റെടുത്തു. സമസ്ത മേഖലകളിൽ നിന്നും ശാരദാ മുരളീധരന് പിന്തുണ പ്രവാഹം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുസമൂഹം ചീഫ് സെക്രട്ടറിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇനിയും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മുടെ ഉത്തരവാദിത്തം തന്റെ ഇടത്തോടെ നിർവഹിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് കരണീയമായ കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് എക്കാലത്തും നിറഞ്ഞ പിന്തുണ ഞാൻ രേഖപ്പെടുത്തുകയാണ്. കറുത്തു എന്നതിന്റെ പേരിൽ ഒരു ചീഫ് സെക്രട്ടറിയെ തന്നെ അവഹേളനാപരമായിട്ട് കാണുക എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ ജീർണതയുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിന്റെ ഭാഗമായിട്ടാണ്. അതിനങ്ങനെ തന്നെ ശക്തിയായിട്ട് നിശ്ചിതമായിട്ട് എതിർക്കണം. ഒരു കുറ്റകൃത്യവും അതിൽ ചെയ്യാൻ പാടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് കിട്ടിയത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല, അങ്ങനെ ഒരാ ധൈര്യം കാണിച്ചു. സമൂഹ മാധ്യമങ്ങളിലും ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് തന്നെയാണ് മുഖ്യ ചർച്ച. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റിടങ്ങളിൽ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവർ എത്ര പേരുണ്ടാകുമെന്നാണ് ചോദ്യം. ഇന്നലെ ആദ്യം പോസ്റ്റിട്ട ശേഷം ശാരദാ മുരളീധരൻ വിവാദമാകുമെന്ന് ഭയന്ന് പോസ്റ്റ് പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതേ നിലപാട് തന്നെ റീപോസ്റ്റ് ചെയ്യാൻ അവർ ധൈര്യം കാട്ടി. ശാരദാ മുരളീധരന്റെ ധൈര്യത്തെ പുകഴ്ത്തിയും നിരവധി പേർ രംഗത്തു വരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
ആലപ്പുഴ കളക്ട്രേറ്റിൽ ജീവനക്കാർ ജാതീയ വിവേചനം നേരിട്ടെന്ന കേസിൽ മേലുദ്യോഗസ്ഥയെക്കുറിച്ച് ഗുരുതര വിവരങ്ങൾ ഉൾപ്പെട്ട എഫ്ഐആർ പുറത്ത്. ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപനെതിരെയാണ് ജീവനക്കാരന്റെ മൊഴി. പ്രത്യേക ഹാജർ പുസ്തകം സംബന്ധിച്ച ചോദ്യത്തിന് പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതിയെന്ന് പ്രീത മറുപടി നൽകിയതായും എഫ്ഐആറിൽ പറയുന്നു. സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. ന്യൂസ് 18 ഫോളോ അപ്പ്. രാവിലെ തൂക്കാനെത്തുന്ന സ്ത്രീകളുടെ അമ്മമാരുടെ, എൻ്റെ അമ്മയുടെ പ്രായമൊക്കെ ഉള്ളവരാണ്, 70-60 വയസ്സിന് മുകളിലുള്ളവരാണ്. അവരുടെയൊക്കെ കൂടെ ചേർന്ന് എൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിലെ കൺട്രോൾ റൂം ജീവനക്കാരായ രഞ്ജിത്തിന്റെ പരാതിയിന്മേലാണ് സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരെ മാത്രം ഒറ്റപ്പെടുത്തി കളക്ടറേറ്റിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി പ്രത്യേക രജിസ്റ്റർ നൽകി എന്നതായിരുന്നു പരാതിയുടെ അടിസ്ഥാനം. ഹുസൂർ ശിരസ്ദാറായ പ്രീത പ്രദീപനാണ് വിവേചനത്തിന് പിന്നിലെന്നായിരുന്നു ആരോപണം. രഞ്ജിത്തിനെ കൂടാതെ മറ്റൊരു ചൌക്കിദാറായ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള രഘുനാഥും വിവേചനം നേരിട്ടവരിൽ പെടുന്നു. രഞ്ജിത്ത് സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറിയായി നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജീവനക്കാരുടെ കഥാകവിതാ രചനാ മത്സരങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയതിനെ തുടർന്ന് ജില്ലാ കളക്ടർ വേദിയിലിരുത്തി ആദരിക്കുകയും ചെയ്തു. ഇത് ഹുസൂർ ശിരസ്ദാറിൽ വിരോധമുണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു. കഴിഞ്ഞ ജനുവരി മുതൽ പ്രത്യേക ഹാജർ പുസ്തകം വെച്ചതിനെ സംബന്ധിച്ച് തിരക്കിയപ്പോൾ പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതിയെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടതായും എഫ്ഐആറിലുണ്ട്. കേസിൽ റവന്യൂ വിഭാഗത്തിലെ സഹജീവനക്കാരുടെ മൊഴി ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഉടൻ രേഖപ്പെടുത്തും. SC/ST കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അന്വേഷണം നടക്കുന്നുവെന്ന ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് ഉദ്യോഗസ്ഥനായ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ കൈമാറിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന പരാതിയുമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ രംഗത്ത് വന്ന പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ആലപ്പുഴയിൽ മേലുദ്യോഗസ്ഥരുടെ വിവേചനത്തിന്മേൽ സാധാരണ ജീവനക്കാർ തന്നെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് പിന്നാലെ BJPയിൽ പോസ്റ്റർ വിവാദം. VV രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരത്ത് പോസ്റ്റർ പതിച്ചത്. പ്രതികരണ വേദിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിന് പിന്നിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്താൻ VV രാജേഷ് കോൺഗ്രസിന്റെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും കഴിഞ്ഞ 15 വർഷത്തെ രാജേഷിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ED പരിശോധിക്കണമെന്നും രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോസ്റ്റർ. ED റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ VV രാജേഷിനെതിരെ അന്വേഷണം നടത്തണമെന്നും BJP പ്രതികരണ വേദിയുടെ പേരിലുള്ള പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ VV രാജേഷ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും പോസ്റ്ററിൽ പരാമർശമുണ്ട്. BJP ജില്ലാ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലും VV രാജേഷിന്റെ വീടിന് മുന്നിലുമാണ് പോസ്റ്റർ പതിച്ചത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടക്കാനിരിക്കുന്ന പാർട്ടി പുനഃസംഘടന ലക്ഷ്യമിട്ടാണ് രാജേഷിനെതിരായ പോസ്റ്റർ എന്നാണ് സൂചന. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതോടെ BJP സംസ്ഥാന നേതൃത്വത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അതേസമയം തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് പോസ്റ്റർ പതിച്ചതിന് പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി VV രാജേഷ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അതിനിടെ വിഭാഗീയത വെച്ചുപൊറിപ്പിക്കില്ലെന്നും അച്ചടക്കം ലംഘിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ജില്ലാ കാര്യാലയങ്ങൾക്ക് മുന്നിലെ പോസ്റ്ററുകൾ നീക്കാനും ജില്ലാ ഘടകത്തോട് സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. പെൺകുട്ടികളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധി മനുഷ്യത്വരഹിതവും ഞെട്ടിക്കുന്നതുമെന്ന് സുപ്രീംകോടതി. വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ വിധി ബോധപൂർവമെന്ന് വിലയിരുത്തുന്നതായും കോടതി നിരീക്ഷിച്ചു. മനുഷ്യത്വരഹിതമായ സമീപനമെന്നാണ് വിവാദമായ അലഹബാദ് ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയുടെ പരാമർശം. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മാസിഹ് എന്നിവരാണ് കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ചത്. മാറിടം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചിഴയ്ക്കുന്നതും ബലാത്സംഗത്തിനുള്ള തെളിവായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റാം മനോഹർ നാരായണൻ മിശ്രയുടെ വിധി. ഈ വിധി ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പെട്ടെന്ന് തയ്യാറാക്കിയ വിധിയല്ല. 4 മാസത്തോളം കേസ് പരിഗണിച്ച ശേഷമാണ് ജസ്റ്റിസ് ഇത്തരമൊരു വിധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവമാണെന്ന് വിലയിരുത്തുന്നെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിധി എഴുതിയ ജഡ്ജിക്കെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗ ശ്രമവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചായിരുന്നു ജസ്റ്റിസ് രാം മനോഹർ നാരായണൻ മിശ്രയുടെ പരാമർശം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്പോര്.
പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ സംസാരിക്കാൻ അനുവദിക്കുന്നതാണ് സഭയിലെ ചട്ടം. എന്നാൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. What is going on? Because after he said that, I said, look, as LOP, let me speak. Let me say what he just ran away. So I don't understand what is going on. This is no way to run the house, frankly. I mean, literally, speaker उठ के मतलब एकदम निकल गए. मुझे मतलब एक शब्द नहीं बोलने दिया. और पहले मेरे बारे में कुछ बोलने हैं, वो भी बिल्कुल पता नहीं क्या बोला, अनसब्सटेंशिएटेड. और फिर मतलब मैं खड़ा हुआ, मैंने कहा कि देखिए मुझे बोलने दीजिए, आपने मेरे बारे में कुछ बोला है, घूम कर चले गए. और कोई मतलब अर्जन कर दिया, कोई जरूरत नहीं थी. സഭയുടെ അന്തസ്സിന് ചേരാത്ത പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി. തുടർന്ന് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. प्लीज बैठिए. माननीय सदस्यगण, आप सबसे अपेक्षा की जाती है कि आप सदन की मर्यादा और शालीनता के उच्च मापदंडों को बनाए रखें. सदन में मेरे संज्ञान में ऐसी कई घटनाएं हैं जब माननीय सदस्यों के आसन सदन की उच्च परंपराओं मापदंडों के अनुरूप नहीं है. इस सदन में पिता पुत्री, माँ बेटी, पति पत्नी सदस्य रहें. इस परिप्रेक्ष्य में मेरा नेता परिपक्ष से अपेक्षा है कि लोकसभा प्रक्रिया क्रांति संचालन नियम 349 के वर्णित सभा में पालनीय नियमों के अनुरूप सदन में आचरण व्यवहार करें, जो सदन की मर्यादा और प्रतिष्ठा के अनुरूप रहना चाहिए. मैं पुनः आग्रह करता हूं, इस सदन में विशेष रूप से प्रतिपक्ष के नेता से तो ये अपेक्षा की जाती है कि वो आचरण रखें. सदन की कार्रवाई 2 बजे तक के लिए स्थगित की जाती है. രാഹുൽ അവസരം നിഷേധിക്കുന്നതിനെതിരെ കോൺഗ്രസ് എംപിമാർ പിന്നീട് സ്പീക്കറോട് പരാതിപ്പെട്ടു. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. ജാഫർ ഗുലാം ഹുസൈൻ എന്ന മഹാരാഷ്ട്ര സ്വദേശിയെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു വെടിവയ്പ്. കുപ്രസിദ്ധമായ ഇറാനി ഗാംഗിലെ നേതാവാണ് കൊല്ലപ്പെട്ട ജാഫർ. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ പിടികൂടിയ ജാഫർ ഗുലാം ഹുസൈനാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. താരാമണി റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു നേർക്കുനേർ ഏറ്റുമുട്ടൽ. കവർന്നെടുത്ത സ്വർണം കണ്ടെത്താനുള്ള തെളിവെടുപ്പിനിടെ ഒളിച്ചുവച്ചിരുന്ന തോക്കെടുത്ത് ജാഫർ പോലീസിന് നേരെ വെടിവെച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജാഫറിനെ പോലീസും വെടിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബൈക്കിലെത്തി മാല പൊട്ടിച്ച് കടന്ന കേസിൽ ജാഫർ ഗുലാം ഹുസൈൻ ഇറാനിയെയും മിസാമും മേസം ഇറാനിയെയും പോലീസ് പിടികൂടിയത്. കുപ്രസിദ്ധമായ ഇറാനി സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും. മഹാരാഷ്ട്രയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെത്തി ബൈക്കുകളിൽ കറങ്ങി മാല പൊട്ടിച്ച് നാടുവിടുന്നതാണ് സംഘത്തിന്റെ രീതി. കഴിഞ്ഞ ദിവസം 1 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് ചെന്നൈ നഗരത്തിലെ ശാസ്ത്രിനഗർ, വേലച്ചേരി, സൈദാപേട്ട് എന്നിങ്ങനെ 6 ഇടങ്ങളിലാണ് ജാഫറും സംഘവും സ്ത്രീകളുടെ മാല പൊട്ടിച്ചത്. 17 ലക്ഷം രൂപയുടെ ആഭരണം തട്ടിയെടുത്ത ശേഷം നാടുവിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് പറക്കാനായിരുന്നു ശ്രമം. ടേക്ക് ഓഫിന് തയ്യാറായി നിന്ന വിമാനം പുറപ്പെടരുതെന്ന് എയർ ട്രാഫിക് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി സാഹസികമായാണ് ഇവരെ ചെന്നൈ പോലീസ് വലയിലാക്കിയത്. കൊള്ളസംഘത്തിലെ 3ാമനെ ട്രെയിനിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആന്ധ്രയിൽ നിന്നും പോലീസ് പിടികൂടി. വിവിധ സംസ്ഥാനങ്ങളിലായി 50ലേറെ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട ജാഫർ. ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറായി ADGP അരുൺ ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന 4ാമത്തെ ഏറ്റുമുട്ടൽ കൊലയുടെ അമ്പരപ്പിലാണ് ചെന്നൈ നഗരം. ന്യൂസ് 18 ചെന്നൈ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും MLAയുമായ കെ ബാബുവിനെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചു. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കാലത്ത് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് നടപടി. കെ ബാബുവിന്റെ 25.82 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. 2007 2016 ഇടയിൽ കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. MLA ആയ കെ ബാബുവിനെതിരെ നേരത്തെ വിജിലൻസും അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസെടുത്തിരുന്നു. 2016 ഓഗസ്റ്റ് 31 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച വിജിലൻസ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു. 100 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു വിജിലൻസ് FIR. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ അത് 25 ലക്ഷം രൂപയായി കുറഞ്ഞു.
പിന്നാലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. 2020 ജനുവരി 22-ന് ED കെ ബാബുവിനെ ചോദ്യം ചെയ്തു. ജനപ്രതിനിധി എന്ന നിലയിൽ പലപ്പോഴായി സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ 40 ലക്ഷം രൂപ വിജിലൻസ് പരിഗണിച്ചില്ലെന്നായിരുന്നു ബാബുവിന്റെ വാദം. എന്നാൽ നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം ബാബു സ്ഥാവര ജംഗമ വസ്തുക്കളാക്കി മാറ്റിയെന്ന് ED പറയുന്നു. 2024 ഫെബ്രുവരിയിൽ ബാബുവിന്റെ 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. അമേരിക്കയിലും കാനഡയിലും മാത്രം 100-ലേറെ സ്ക്രീനുകളിലാണ് പ്രദർശനം. ന്യൂജേഴ്സിയിൽ നിന്ന് റോഷിൻ ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. We are getting ready for historical moment tomorrow. As you can see, hundreds of posters getting ready. Banners are getting ready. T-shirts are getting ready. It's going to be a sleepless night tonight. We are so excited. Are you guys going to join us? ഒരു ഇന്ത്യൻ സിനിമയ്ക്കും ഇതുവരെ സൃഷ്ടിക്കാൻ കഴിയാത്ത തരംഗമാണ് എമ്പുരാൻ ലോകം മുഴുവൻ തീർക്കുന്നത്. ആശീർവാദ് ഹോളിവുഡാണ് അമേരിക്കൻ നാടുകളിൽ ചിത്രം റിലീസിനെത്തിക്കുന്നത്. നമ്മൾ ഇവിടെ കാണുന്നത് മോഹൻലാലിന് നാളത്തെ മൂവിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. നിങ്ങൾക്ക് കാണാം എല്ലാവരും ടീഷർട്ടുകൾ, പോസ്റ്ററുകൾ, സ്റ്റിക്കേഴ്സ്. ഈച്ച് ആൻഡ് എവറി വൺ ആർ സംതിങ് ടു ഡു ഫോർ ടുമോറോ. സോ ലുക്ക് അറ്റ് ദിസ്, ഹൗ എക്സൈറ്റഡ് ദേ ആർ. നാട്ടിലെ തിയേറ്ററുകൾക്ക് സമാനമായ രീതിയിൽ ആദ്യ ഷോ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്കയിലെ മോഹൻലാൽ ഫാൻസ്. We all are so excited about this. Empuran is much awaited movie. This is ന്യൂ ജേഴ്സിയിൽ ഇത് ഒരു തരംഗമായി പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാൻ ക്ലബ് കോർഡിനേറ്റർ റോഷിൻ ജോർജ് has been working very hard behind the scene. We don't even know how to get to tomorrow. We are so excited. We fans of Mohanlal in the North Jersey is waiting for the exciting, electrifying, explosive Empuran release tomorrow. Are you ready? Yes. Yeah. Are you ready for tomorrow? Yeah. നേരത്തെ ടൈംസ് സ്ക്വയറിലെ കൂറ്റൻ സ്ക്രീനിൽ എമ്പുരാന്റെ ട്രെയിലർ ആഘോഷപൂർവ്വം പ്രദർശിപ്പിച്ചിരുന്നു അമേരിക്കയിലെ മോഹൻലാൽ ഫാൻസ്. ന്യൂജേഴ്സിയിൽ നിന്നും ന്യൂസ് 18 വേണ്ടി റോഷൻ ജോർജ്. മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രം എത്തുന്നത് കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത വമ്പൻ റിലീസായിട്ടാണ്. 2019 മാർച്ച് 28-ന് റിലീസ് ചെയ്ത ആദ്യ ഭാഗം ലൂസിഫറിന് ശേഷം 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് രണ്ടാം ഭാഗം എത്തുമ്പോൾ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങി മോഹൻലാലിന്റെ ജന്മനാടായ പത്തനംതിട്ടയും. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആഘോഷം. എമ്പുരാൻ ആഘോഷമാക്കുകയാണ് ആരാധകർ. പത്തനംതിട്ടയിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ. എമ്പുരാൻ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലാണ് ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ ആരും ചെയ്യാനുള്ള പറ്റത്തില്ല. അത് മോഹൻലാൽ ഫാൻസിന് മാത്രമേ പറ്റത്തുള്ളൂ. ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന പത്തനംതിട്ട മലയാളികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ലാലേട്ടൻ ജന്മനാട്ടിലെ ഞങ്ങളുടെ ആൾക്കാർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. തിയേറ്ററുകൾ അലങ്കരിച്ചും വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചുമാണ് ആരാധകരുടെ ഒരുക്കം. ചെണ്ടമേളം, അമ്മൻകുടം തുടങ്ങി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രേക്ഷകരെ വരവേൽക്കുന്നത്. അടിപൊളി ആഘോഷത്തോടെയാണ് കാണുന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു റിലീസാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇനി വരുന്ന ആൾക്കാർക്കും ജനങ്ങൾക്കും എല്ലാം കേരളക്കാരെ മൊത്തം അടിച്ചു പൊളിക്കാനുള്ള വകുപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പത്തനംതിട്ടയിലെ 2 തിയേറ്ററുകളിലായി 6 സ്ക്രീനുകളിലായാണ് പ്രദർശനം. നിലവിൽ ടിക്കറ്റുകൾ കിട്ടാനില്ല. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രദർശിപ്പിക്കുന്ന എമ്പുരാൻ ചിത്രം വൻ വിജയമാക്കി മാറ്റുകയാണ് ഫാൻസ് അസോസിയേഷന്റെ ലക്ഷ്യം. ന്യൂസ് 18 പത്തനംതിട്ട. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി അർജന്റീന. ഉറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെയാണ് അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യോഗ്യത നേടുന്ന ആദ്യ ടീമായത്. പിന്നാലെ ബ്രസീലുമായി നടന്ന മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിയത് ഇരട്ടി മധുരമായി. 1-4 ഗോളുകൾക്ക് അർജന്റീനയുടെ ജയം. ജൂലിയൻ അൽവാരസ്, എൽസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്സ് അലിസ്റ്റർ, ജൂലിയാനോ സിമിയോണി എന്നിവരാണ് അർജന്റീനയ്ക്കായി സ്കോർ ചെയ്തത്. ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത് മത്തേയുസ് കുഞ്ഞിയാണ്. ജയത്തോടെ 14 മത്സരങ്ങളിൽ നിന്ന് അർജന്റീനയ്ക്ക് 31 പോയിന്റായി.
21 പോയിന്റുള്ള ബ്രസീൽ 4ാം സ്ഥാനത്താണ്. മറ്റൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. അർജന്റീനൻ ടീം ഒക്ടോബറിൽ കേരളത്തിലെത്തും. സൂപ്പർ താരം ലയണൽ മെസ്സിയും ടീമിനൊപ്പം ഉണ്ടാകും. അർജന്റീനൻ ടീം ഒരു പ്രദർശന മത്സരവും ഇവിടെ കളിക്കുമെന്ന ടീമിന്റെ സ്പോൺസർമാരായ HSBC അറിയിച്ചു. കൊച്ചിയിലായിരിക്കും പ്രദർശന മത്സരം. 2011 സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ അർജന്റീനൻ ടീം കളിക്കാനെത്തിയിരുന്നു. ലൈവ് 6 പൂർണ്ണമാവുകയാണ്. എമ്പുരാന്റെ വരവിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേക്ഷകർ. ലോകം തന്നെ കാത്തിരിക്കുന്നു സിനിമാ പ്രേക്ഷകർ. ഒപ്പം തന്നെ വമ്പിച്ച ഒരുക്കങ്ങൾ എല്ലാ തിയേറ്ററുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ നടക്കുകയാണ്. മോഹൻലാൽ ആരാധകരും ആഘോഷങ്ങളുമായി ഇതിനോടകം തന്നെ തെരുവുകളിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ വരും ബുള്ളറ്റിനുകളിലൊക്കെ തന്നെ നമുക്ക് കാണാം. ലൈവ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.